ഇന്നത്തെ കണ്ടന്റ് എന്തരി? ഇന്നത്തെ കണ്ടന്റ് പറഞ്ഞോളൂ ചേട്ടാ. വിഷ്ണുവിന്റെ വക കണ്ടന്റ് ആണ്. നമ്മൾ സെറ്റ് ആക്കിക്കൊണ്ട് വന്നേക്കാണ്. ഇന്ന് വിഷയുടെ കണ്ടന്റ് ആണ്. വീഡിയോ ഓടിയില്ലെങ്കിൽ വേണേ ഞാൻ വിട്ടു. അത് ഇത്രയും നാള് സിനിമകളെ കണ്ടന്റ് ആയിട്ട് വലിയ കുഴപ്പമില്ലായിരുന്നില്ല ചോമ. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. ഇന്ന് ഇവന്റെ കണ്ടന്റ് ആണ്. ഇന്ന് ഓടി ഞാൻ കണ്ടന്റ് മറന്നുപോയാ. ഉണ്ടാക്കിയതാ കണ്ടെന്ന് വെച്ചേ നമ്മളാ വീട്ടിൽ നടക്കുന്ന ഒരു സംഭവം തന്നെ. കല്യാണത്തിന് മുമ്പ് സിനി എനിക്ക് ആഹാരമൊക്കെ കൊണ്ടുതരും. അമ്മ എനിക്ക് ആഹാരമൊക്കെ കൊണ്ടുവരും. അത് കഴിഞ്ഞ് പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം സിനി ശോഭ എത്രയാണ് സിമ്പിള്. കല്യാണത്തിന് മുമ്പ് കല്യാണത്തിന് മുമ്പ് അമ്മമാര്, എനിക്ക് മനസ്സിലായി എന്റെ കുട്ടികള് പറയുന്നതാണ്. കല്യാണത്തിന് മുമ്പ് അമ്മമാര് നല്ലോണം നോക്കും. കല്യാണം കഴിയുമ്പോ അമ്മമാര് നോക്കണ്ട, അമ്മമാര് വെച്ചൊഴിഞ്ഞു. പിന്നെ മരുമോള് വേണം നിന്നെ നോക്കാൻ. അമ്മയായിട്ടും ഭാര്യയായിട്ടും ചേച്ചിയായിട്ടും അനിയത്തിയായിട്ടും. പക്ഷെ കണ്ടന്റ് ഇതല്ല. ഇത് യഥാർത്ഥ കാര്യമാണ്, സത്യമായ കാര്യമാണ്. പക്ഷെ ഇതല്ല കണ്ടന്റ്. ഇത് ഇവള് വിളമ്പത്തില്ല. അമ്മ പറയാം അമ്മയ്ക്ക് വിളമ്പാൻ വയ്യ, മരുമോള് പറയും മരുമോക്ക് വിളമ്പാൻ വയ്യ, രണ്ടുപേർക്കും വിളമ്പാൻ വയ്യ. ഞാൻ രാത്രിയാവുമ്പം ഇവിടെ ആർക്കും മീൻകറി ഇല്ല, അച്ചാറില്ല, ഒന്നുമില്ല, എല്ലാം തീർന്നു. ഒരാള് വിളമ്പാൻ നിന്നില്ലെങ്കിൽ രുചിയുള്ള സാധനം മുമ്പ് അമ്മമാര് വിളമ്പാൻ നിൽക്കുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെലിബ്രിറ്റി. ഒരു നടന്ന സംഭവമാണ് ആസ്പദമാക്കിയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പം ഒരു സെലിബ്രിറ്റിയെ കാണുന്നു. എന്നുവെച്ചാ ഇൻസ്റ്റാഗ്രാമില് സോഷ്യൽ മീഡിയയിലൊക്കെ 100K പുറത്ത് ഫോളോവേഴ്സ് ആയ കുറച്ച് സെലിബ്രിറ്റികൾ. അപ്പൊ അവരെ കാണുമ്പം അമ്മ പറയും അയ്യോ ലവര് നമുക്ക് ഇനി ഫോട്ടോ എടുക്കണം പോലെ അവരടുത്ത് നിൽക്കണം എന്ന് പറയും. ഭയങ്കര വെപ്രാളം. അങ്ങനെ അമ്മ അറിയുമ്പം ഞാൻ പറയാം അമ്മ വേണം, അവർക്ക് ഭയങ്കര ജാടയില്ലേ. അപ്പൊ അവർക്ക് ജാടുന്ന ഞാൻ വീഡിയോ കാണുന്നില്ല. അവർ എന്ത് പാവങ്ങളെ പാവപ്പെട്ടവരെ വീഡിയോകളൊക്കെ ചെയ്യും, എന്ത് സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ്. എല്ലാ കമന്റ് റിപ്ലൈ കൊടുക്കും. അങ്ങനെ അമ്മ അടുത്തോട്ട് ചെല്ലുമ്പം അവർ ഫോൺ എടുത്തിട്ട് ഹലോ ഹലോ മാറിക്ക് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തും. ജാടത്തെണ്ടികള്. എന്നിട്ട് മാറ്റി നിർത്തിയാ പോരാ, അന്നേരം ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഫിൽറ്റർ ഉണ്ടോ ഫോണി? അയ്യോ ഇത് സാധാ ഫോണാ, ഫിൽറ്റർ ഒന്നും ഇല്ല. എന്നാ എടുക്കുന്നില്ല, ശരി എന്നാ പറയാ ഒരൊറ്റ പോക്ക് പോണ്. അത് ട്രോളി കൊണ്ടൊരു വീഡിയോ ചെയ്യുന്നു. അതായത് നിങ്ങള് ചെയ്ത പണിയാണോ ആക്കെങ്കിലും ഇല്ല, നിങ്ങൾക്ക് ഇട്ട് പണിഞ്ഞതാണ്. ഇല്ല, നമ്മൾക്ക് കിട്ടിയൊരു പണിയാണ്. നമ്മള് ചെയ്യാത്ത പണി, പക്ഷെ നമുക്ക് കിട്ടിയൊരു പണി. കുറ്റം പറയുന്നോളെ ആരാ? നമ്മള് ആളെ കാണിച്ചു കൊടുക്ക. പ്രതി ഹാജരുണ്ടോ? നമ്മളെ കോടാലിയും മൊണ്ടി കോടാലിയും നമ്മളെ വീട്ടിൽ നിന്ന് കോടാലിയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. നമ്മളെ മൊണ്ടി കോടാലി. കണ്ടന്റ് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞെങ്കിൽ പോലും ഇങ്ങനെയല്ല ചെയ്യുന്ന. പക്ഷെ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് കല്യാണത്തിന് മുമ്പ് അമ്മയല്ലേ വിളമ്പി കൊടുക്കുന്നത്. എന്റെ മോന് എന്നും പറഞ്ഞ എല്ലാം കൃത്യനിഷ്ഠയോടെ എല്ലാം കിണ്ണത്തിൽ കൊണ്ടുകൊടുക്കുന്ന അമ്മയാണ് കറക്റ്റായിട്ട് കൊടുക്കുന്ന. കല്യാണം കഴിഞ്ഞ ശേഷം ഇതൊക്കെ ഈ ഡ്യൂട്ടി ഭാര്യയ്ക്കാവും. അപ്പോൾ ഭാര്യ ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ ഭാര്യയ്ക്ക് കൊച്ചൊക്കെ ആവുമ്പം പിന്നെ ബുദ്ധിമുട്ട്, കുഞ്ഞിന്റെ പുറകെ ഓടണം. അപ്പൊ ഇപ്പൊ ആ ഒരു സ്റ്റേജാണ്. കല്യാണത്തിന് മുമ്പ് ആ സ്റ്റേജ് കഴിഞ്ഞിട്ട് ഇപ്പത്തെ സ്റ്റേജ് ഇതാ. അപ്പോഴും ഭർത്താവ് വന്നിട്ട് ഈ ചോറ് എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാം കൊച്ചു കൈ ഇരിക്കുന്നു, പറ്റത്തില്ല എന്ന് പറയും, വിളമ്പി തിന്നാൻ പറയും. അപ്പൊ അമ്മേനെയും കണ്ടില്ല. അങ്ങനെ ഈ പുള്ളിക്കാരൻ ഇത് വിളമ്പി തിന്നും. ഇതിൽ രണ്ട് സംഭവം ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ഭാര്യ പറയും കൈക്ക് കുരുവൊന്നും ഇല്ലല്ലോ, വിളമ്പി തിന്നൂടെ. ഈ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഒക്കെ ഒരേപോലെ അല്ലേ. പെമ്മക്കൊക്കെ വിളമ്പി കൊടുക്കൂല, ആണുങ്ങൾക്ക് വിളമ്പി കൊടുക്കും അല്ലേ. അതൊരു സംഭവമല്ലേ. സംഭവം നമ്മളെ ഈ കുട്ടിക്കാലം പോലെ അമ്മ വിളമ്പി തന്നോണ്ടേ നമുക്ക് എടുത്തിട്ട് കഴിക്കാനുള്ള ഒരു ഇത് അറിഞ്ഞുകൂടാ. നമ്മളെന്ത് ചെയ്യും, എല്ലാം കൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട പൊരിച്ച മീനും മീൻകറി എല്ലാം ഇരിക്കുന്നത് അതെല്ലാം കൂടെ ഇട്ടെങ്കിൽ കഴിക്കും. അവസാനം വൈകിട്ടാകുമ്പോ ഒന്നും തികയത്തില്ല. ആമക്കൊക്കെ ആകുമ്പോ നമ്മളിപ്പോ ഒരു 5 മീൻ പൊരിച്ചാ 2 ആമക്കൊക്കെ കൊടുക്കും. ചിലപ്പം പെൺപിള്ളേർക്ക് എന്തിനാണ് ചിലപ്പോ മുറിച്ചായിരിക്കും 2 പാത്രത്തിൽ കൊടുക്കുന്നത്. എന്റെ കൊച്ചിലുള്ള കാര്യങ്ങളാണ്. ഇപ്പോഴെന്ന് പറയുന്നത് ആമക്കൊക്കെ 2 കൊടുത്താ മരുമൊക്കെ 3 കൊടുക്കാം. അല്ലെങ്കിൽ അമ്മാവി അമ്മാവിയാവും. ഇപ്പൊ ആ കാലവും പോയി. ഇപ്പൊ എന്തിനാണ്
ഞാൻ എന്റെ ഭർത്താവിന് ചോറ് വിളമ്പി കൊടുക്കാനല്ല കല്യാണം കഴിച്ചത്. നോട്ട് പോയിന്റ്. അതായത് വരിക, ഇടുക, തിന്നുക, പോവുക. വേവിക്കാര് ഭർത്താവില്ല, അതാ അവിടെ ഭാര്യയില്ല, ഭർത്താവില്ല, അവരൊരു വിളമ്പി കഴിക്കുക. അത് വേലക്കാരുള്ള ഒരു വീട്ടിൽ. വേലക്കാരില്ലാത്ത വീട്ടിലാണ് വേലക്കാരെല്ലാം വീട്ടിൽ പറയാം. തിന്നുക, പോവുക. നമ്മളിപ്പോ അങ്ങനെയാണ് ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ഒരു ജീവിതം. കറക്റ്റ്. ഇപ്പൊ നമുക്ക് നമ്മുടെ സാധാ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അതല്ലേ നല്ലത്. ഏറ്റവും കൂടുതൽ അതായിരിക്കും. ഈ മീൻ തല നിന്ന മീശ വരത്തില്ലെന്ന് പറഞ്ഞ സത്യമാണ്. ആമക്കളെ കൊണ്ട് തോനെ തീറ്റിക്കാൻ വേണ്ടിട്ടൊരു കള്ളന്മാരൊരു കള്ളത്തരം പറഞ്ഞ് തീറ്റിക്കുന്നത്. മീശ എന്ന് വെച്ചാൽ എല്ലാ ആണുങ്ങൾക്കും ഇഷ്ടമാണ്. അപ്പോഴ് ഈ തല തിന്നാൻ പറയുമ്പോ വേണ്ടെങ്കിലും തിന്നും ആണുങ്ങള്. മനസ്സിലായോ? അതാണ്. പക്ഷെ ഷാപ്പിലെ തലയൊന്നും അല്ല. വീട്ടിലൊക്കെ ആകുമ്പോ ചെറിയ തലകളല്ലേ, അപ്പോഴത് തിന്നാൻ. ഷാപ്പിലെ തലയാണെങ്കിൽ ആമക്കളെല്ലാം അങ്ങ് അങ്ങനല്ലേ ആമ്പിള്ളേർക്ക് മീശ കിളിക്കത്തില്ലെന്നല്ലേ പറയുന്ന? അത് വെറുതെ പറഞ്ഞാണ്. ആമ്പിള്ളേരെ കൊണ്ട് തോനെ ചോറ് തീറ്റിക്കാൻ വേണ്ടിട്ടേ കള്ളന്മാരൊരു ഇത് പറയുന്നുണ്ട്. അങ്ങനെയാ പെണ്ണുങ്ങള് തോനെ തലയിൽ നമ്മൾ പെണ്ണുങ്ങൾക്ക് മീശ വരണ്ടേ? മീശയുള്ള പെണ്ണുങ്ങളും ഉണ്ട്, പുറത്തു കാണിക്കാത്തതാണ്. അതൊക്കെ ശ്രദ്ധിച്ചു കേട്ടോ. അതത്രയാണ്. കൂടുതൽ കൊടുക്കുന്നത് കൊണ്ട് ഹോർമോൺ. എന്റെ വെളുപ്പും എന്റെ സൗന്ദര്യം വേറെ ഒരാൾക്ക് കിട്ടില്ല. ഒരു കാര്യം അതൊക്കെ വിട്. അപ്പൊ ഇന്നത്തെ കണ്ടന്റ് അറിയാലേ? ഈ കണ്ടന്റ് ഇച്ചിരി കൂടെ കൊഴുപ്പിച്ച് ചെയ്യണം. കാരണം ഇതുപോലെയല്ല ചെയ്യണം, കുറച്ചും കൂടെ നല്ല ആൾക്കാർക്ക് രസകരമായി വരുന്ന രീതിയിൽ നമുക്ക് ഒരു വട്ടം 1-2 വട്ടം ഷൂട്ട് ചെയ്ത് ആദ്യമേ ഈ വീഡിയോ എടുത്തിട്ട് പിന്നെ നിന്റെ കണ്ടന്റ് ഇട്ടാ ഒട്ടു കൊടുക്കില്ല. അങ്ങനെ അതങ്ങനെ തന്നെ. ഇത് ഇടുമ്പോ ഇതിനു മുമ്പ് കണ്ടന്റ് ഇടും. കൂടെ കൂടെ നിങ്ങൾക്കൊരു മണ്ടത്തരം പിടിച്ച സ്വഭാവവും പേടിയാണ്. പേടി സംഭവം ഞാൻ പറയട്ടെ. നമ്മള് ഇപ്പൊ ഞാനും വിശേഷനും തനി മണ്ടനും മണ്ടിയായിട്ട് അഭിനയിച്ചാൽ മാത്രമേ ഹൈറ്റ് ആവൂ. എന്നാൽ മാത്രമേ അമ്മയ്ക്ക് നമ്മളെ വഴക്ക് പറയാൻ എന്തെങ്കിലുമൊക്കെ കിട്ടത്തുള്ളൂ. അതിലങ്ങ് മറക്കാന്ന് ചോദിച്ചപ്പോ സത്യങ്ങളൊക്കെ വിളിച്ചു പറയും. എത്ര ഇതുണ്ട് സ്വന്തം പെങ്ങളാ പാലിയച്ചിന് ഭാര്യയുടെ ചിറ്റപ്പന്റെ മോളെ കല്യാണത്തിന് പോയി. മണ്ടരല്ലേ? മണ്ടരന്നെ സമ്മതിച്ചു. ഓക്കെ. കണ്ടന്റ് രണ്ടാമത്തെ സെലിബ്രിറ്റി കണ്ടന്റ് നമുക്ക് കുറച്ചും കൂടെ ഒഴിപ്പിക്കണം കേട്ടോ. സെലിബ്രിറ്റിയുടെ കണ്ടന്റ് കോമഡി പോലെ കോമഡി അത് തന്നെ. അത് നീ സെലിബ്രിറ്റി ആവണം. പക്ഷെ ആ സെലിബ്രിറ്റിയുടെ കണ്ടന്റ് നമ്മുടെ ലൈഫിൽ നടന്നതാ. ഒരു സ്ഥലത്ത് പൊതുവെ ഒരു സ്ഥലത്ത് നിന്നപ്പോ ഒരു സെലിബ്രിറ്റി അതുവഴി പോയി. ഞങ്ങൾ ഓടിച്ചെന്ന് അയ്യോ സോഷ്യൽ മീഡിയയിലെന്ന് പറഞ്ഞ നല്ല കാര്യത്തിൽ ഞാനും അമ്മയും കൂടെ ചെന്ന് കയറി. മൈൻഡ് ചെയ്തില്ല. അതാ പോട്ടെ, നമുക്ക് അങ്ങനെ പറഞ്ഞുകൂടാ. നമ്മുടെ പകുതി ഫോളോവേഴ്സ് പോലും ഇല്ല ആ കക്ഷിക്ക്. പക്ഷെ എന്നിട്ട് ഒടുക്കത്തെ ജാട. എന്റെ അമ്മോ, രണ്ടൊരു ഓടിപ്പടച്ച് പോയപ്പോഴേ ഞാൻ പറഞ്ഞു പോവരുത് ഒരു ജാട കാണിക്കും. നമ്മളെ പോലെ അല്ല മറ്റുള്ളവർ. നിങ്ങൾ നാണം കിടന്നു. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും കേട്ടില്ല. നമ്മൾ വെച്ച് എല്ലാരും നമ്മളെ പോലെയാണ്. നമ്മുടെ ആരെങ്കിലും ഓടിയത് നമ്മൾ ഓടിപ്പോയി മിണ്ട എടുക്കുകയൊക്കെ ചെയ്യും. എല്ലാരും നമ്മളെ പോലെ എന്ന് വിചാരിക്കുന്നത് തെറ്റിദ്ധാരണയായിരുന്നു. എല്ലാരും നമ്മളെ പോലെ അല്ല നമ്മൾ മനസ്സിലായി. കണ്ട നമ്മൾ അവരൊരു പരിപാടി ഇഷ്ടപ്പെട്ട അത് ഇഷ്ടമാണ്. നമ്മള് ആ ആളിനെ അല്ല നമ്മള് ശ്രദ്ധിച്ചു പോയത്. ആ ഒരാളുടെ ഇഷ്ടം കൊണ്ട് കണ്ടന്റ് ഇല്ല പുള്ളിക്ക്. പക്ഷെ നമുക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നി. പെട്ടെന്ന് അതിൽ കൂടെ കണ്ട ആളെ നേരിട്ട് കണ്ടപ്പോ അത് നമ്മളെ പോലെ മൈൻഡ് ചെയ്തില്ലേ. കഷ്ടായിപ്പോയി. രണ്ടുപേരും ശശിയായി. ഞങ്ങൾ അന്ന് മനസ്സിലാക്കി. ഞങ്ങൾ അപ്പോഴൊന്ന് മനസ്സിലാക്കി ഇനി ആരെ കണ്ടാലും അങ്ങോട്ട് ഓടിച്ചെല്ലില്ല. നമ്മുടെ വിവരമില്ലായ്മ ആയിരിക്കാം നമ്മൾ അങ്ങോട്ട് ഓടിച്ചെന്നത്. അത് അത്രയും ആൾക്കൂട്ടത്തിൽ നമ്മൾ ശശിയായി പോയി. അതല്ല ഞങ്ങളെ സാധാരണ ഞങ്ങളെ മനസ്സിൽ ചിരിച്ചാണ് ഇപ്പൊ
ഒരു കാര്യം പറഞ്ഞ ഞങ്ങൾ എവിടെ പോയാലും ഇങ്ങോട്ടാണ് എല്ലാവരും വന്ന് മിണ്ട എടുക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യാറ്. അപ്പൊ ഞങ്ങള് ചിരിക്കും, എല്ലാരും നോക്കി ചിരിക്കും. എങ്കിലും ഞങ്ങള് സോഷ്യൽ മീഡിയയിൽ ഒരാളെ വീഡിയോ ചെയ്യുന്ന ഒരാളെ തിരിച്ചറിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോ നമുക്ക് പറ്റിയ അബദ്ധം വല്ലാത്ത അബദ്ധമായിപ്പോയി. പിന്നെ അവർക്ക് ചമ്മിപ്പോയി ഞാൻ ഷോമി. അതൊക്കെ വിടുക, അതൊക്കെ നമ്മൾ അതിനൊന്ന് ട്രോൾ കേട്ടില്ലല്ലേ, അത് കളതിന് മുമ്പ് അപ്പൊ അതിനൊന്ന് ട്രോളണമെന്നുണ്ട്. അപ്പൊ അതൊന്ന് ട്രോളും, അതിന്റെ വീഡിയോ ചെയ്യണം. 2 കണ്ടന്റ് ഉണ്ട്, അത് ചെയ്യണം. പിന്നെ മറ്റേ പാട്ട് ചെയ്യുന്നുണ്ടാ, ഡാൻസ് പാട്ട് മറ്റേ അതൊന്ന് കൈ ഒഴിഞ്ഞു, നമ്മൾ ആയുധം വെച്ച് കൈ ഒഴിഞ്ഞു. ഒരു ഡാൻസറെ കൊണ്ടുവന്ന് എന്നെ പഠിപ്പിക്കാൻ ഞാൻ പറഞ്ഞാ ഡാൻസ് പഠിപ്പിക്കണം. ഡിമാൻഡായി പോയി എങ്ങനെ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞു ഒന്ന് അമ്പ വിടാൻ പറഞ്ഞപ്പം വയ്യാന്ന് കുറെ നേരം അയ്യോ തളന്ന് ഇങ്ങനെ ഡാൻസ് കളിച്ചിട്ട് പറഞ്ഞ ഞാൻ തളന്നു. പുഷ്പയിലെ പാട്ട് കളിക്കാൻ പറഞ്ഞപ്പോഴേ ഒരെണ്ണം കളിച്ച് ഒരെണ്ണം പറ്റുന്നില്ല. അപ്പൊ അത് കളിക്കുന്നുണ്ട്, മറ്റേ 2 വട്ടം പോട്ട് 3-ാമത്തെ വട്ടം പറ്റുന്നില്ല, അത്രയും പറ്റുന്നില്ല. ഡാൻസർ പഠിപ്പിക്കുന്നതും മരുമോൾ പഠിപ്പിക്കുന്നതും രണ്ടാണ്. ഞാൻ എന്തായാലും നിന്നെ പേടിക്കൂല. മറ്റൊരു ഡാൻസർ വന്ന് എന്നെ പഠിപ്പിച്ച ഞാൻ അവരെ പേടിക്കും, ബഹുമാനിക്കും, ആരാധിക്കും. അപ്പൊ തനി സ്വഭാവം വെളി വന്നല്ലേ, അമ്മായിമ്മയുടെ തനി സ്വഭാവം വെളി വന്നു കണ്ട. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എന്തായാലും ആവുമ്പോ കൊച്ചാവൂല, അവക്ക് ഇനി എന്തെല്ലാം അറിയാന്ന് വെച്ചാൽ ഞാൻ പഠിപ്പിക്കാം. വേണ്ട, ഒട്ടും പഠിപ്പിക്കുന്നു. വിളമ്പി തരുന്നില്ല, ഭാര്യ വിളമ്പി തരുന്ന തേങ്ങ തിരി തരുമോ? തേങ്ങ എവിടാ? അമ്മക്കൊക്കെ വീട്ടുപോലെ ചെയ്യാം. പെൺപിള്ളേർ അവരൊരു വരിക വിളമ്പുക, തിന്നുക, പോവുക. അരുവിനത്തെ തേങ്ങ തിരിവി തീർത്തിട്ടണം മത്തിയത്തൊന്നും തിരുവാൻ. ഇന്ന് നമ്മളെ വിഷ്ണു ചേട്ടന്റെ തേങ്ങ അറിയാമോ? എനിക്കെല്ലാം പണി അറിയാം. ഞാനൊക്കെ അയ്യോ എനിക്ക് തിരുവ് അറിഞ്ഞൂടാ, ഇത് എങ്ങനെ തിരുവുന്നു. പണ്ട് കല്യാണങ്ങൾ നടക്കുന്നിടത്തെ കൂട്ടുകാരുമായിട്ട് പോയി തേങ്ങ കൊടുത്തിട്ടുണ്ട്. ആ തേങ്ങ ഇറങ്ങുന്നത് ഇഷ്ടാ. 1 മണിക്കും 1 മണിക്കൊക്കെയാണ് വീട്ടിൽ കയറുന്നത്. അമ്മമാർക്ക് തേങ്ങ അറിഞ്ഞൂടാത്ത എന്ത്? ഇപ്പഴാണ് തേങ്ങ അറിവില്ലാത്ത. മുമ്പൊക്കെ കല്യാണ സ്ഥലത്ത് ആമ്പിള്ളേരെല്ലാം അങ്ങ് പോകും. മതിയാണോ അങ്ങനെ ഇരിക്കുന്നു? സിനിയിൽ കുറെ എനിക്കിതൊന്നും അറിഞ്ഞൂടാ, എന്റെ അമ്മയാണ് നോക്കുന്നത്. നീ നാളെ പോലെ തേങ്ങ രവിക്കാൻ തന്നെ കൊണ്ട് ഇത്രയും നാൾ ചേട്ടൻ എന്നെ ചതിക്കായിരുന്നു. ചേട്ടന് തേങ്ങ ഇരുന്ന് അറിയാൻ കഴിയും. അപ്പൊ ഞങ്ങള് നമ്മുടെ ഒരു എലിശോരി എപ്പും കൂടെ ഉണ്ട്. അപ്പൊ അതും കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങള് കണ്ടന്റ് വീഡിയോയിലോട്ട് പോവാണ്. അപ്പൊ അതിൻ്റെ ഇടയിൽ നടന്ന രസകരമായ കണ്ടന്റ് ചർച്ചകളാണ്. ജോലിയുടെ ഇടയിൽ എല്ലാം ചെയ്യും, അതുകൊണ്ടാണ് കൂടുതൽ അടുക്കളയിലാണ്. ജോലിയുടെ ഇടയിൽ ഞങ്ങൾ കണ്ടന്റ് ചർച്ച ചെയ്യും. ഞങ്ങൾ ഓരോ കണ്ടന്റുകളൊന്നും ഇവിടെ പറഞ്ഞിട്ട് അത് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് അവസാനം അങ്ങനെ ആക്കും. ഒരു മിനിറ്റിനകത്തുള്ള വീഡിയോ ആക്കണം ഞങ്ങൾക്ക്. അങ്ങനെയാണ് ഞങ്ങളിവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ 1 മിനിറ്റ് പുറത്താവും. ചിലപ്പോ കട്ട് ചെയ്ത് വേഷനൊക്കെ കുറയ്ക്കും. അങ്ങനെ കുറെ കലാപരിപാടികളുണ്ട്. 2-3 ഷൂട്ട് ചെയ്യുന്നത് ഏറ്റവും നല്ല ചിരി വരുന്ന ഏതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചിരി വരുന്ന വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് 2-3 ടേക്ക് എടുത്ത് വെച്ചാൽ വീട്ടിൽ പോയിട്ട് ടിങ്ങും ടൂങ്ങും ഒക്കെ ഇട്ടിട്ട് എഡിറ്റ് ചെയ്ത് അങ്ങനെ ഒരുപാട് കലാപരിപാടികളുണ്ട്. ഇതിനിടെ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. എല്ലാരും ഒറ്റ ടേക്കിനാണ് ശരിയാക്കുന്നത്. കാര്യം പിന്നെ 2-3 വട്ടം എടുത്താൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടാൻ പറ്റും. കാര്യം നമുക്ക് തന്നെ ചിരി വരണം. ഇല്ലേ? നമ്മൾ എടുക്കുന്ന വീഡിയോ നമുക്ക് തന്നെ ചിരി വരണം എങ്കിൽ മാത്രമേ നമ്മളത് പുറത്തു വിടൂ, അല്ലെങ്കിൽ ഞങ്ങൾ ഇടത്തേ ഇല്ല. പിന്നെ എന്നെ കുറിച്ച് ഒരുപാട് പരാതികളുണ്ട് ആൾക്കാർക്ക്. കാരണം എനിക്ക് ചേരുന്ന ഷർട്ടല്ല ഇടുന്നത്, എനിക്ക് മാച്ച് ആവാത്ത ഷർട്ടാണ്. നിങ്ങൾക്ക് അറിയാമോ, 200 രൂപയുടെ ഷർട്ടാണ് ഞാൻ ഇടുന്നത്. സ്വയം നമ്മൾ പറഞ്ഞു വരും. എല്ലാരും ചോദിക്കുന്നത് ചേട്ടന്റെ ഡ്രസ് എവിടെന്നാ വാങ്ങിയത്? ഫുട്പാത്ത് വീഡിയോ എടുക്കട്ടെ. പല കളർ പോകുമ്പോ മാത്രമേ നല്ല ഡ്രസ് വാങ്ങുന്നത്. ചേട്ടൻ അങ്ങനെ വലിയ ഡ്രസ്സൊന്നും വാങ്ങത്തില്ല, വളരെ കുറച്ച് മാത്രമേ. ആ ചേട്ടനല്ല മിക്ക ആളുകളെ സ്വഭാവമായിരിക്കും കുറച്ച് ഡ്രസ്സുകൾ. അതുകൊണ്ട് എന്റെ ഭംഗിക്കുള്ള ഡ്രസ്സുകൾ എനിക്ക് വാങ്ങാൻ പറ്റത്തില്ല. പൈസയെങ്കിലും അങ്ങനെയല്ല, പൈസയുടെ പ്രോബ്ലം കൊണ്ടാണ്. കള്ള പന്നി
കൂടുതൽ പറഞ്ഞ ഞാൻ ഇതിന്റെ സത്യങ്ങളൊക്കെ വിളിച്ച് പറയും കേട്ടോ, അതുകൊണ്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതേ. അപ്പൊ ചേട്ടൻ ഇങ്ങനെ വേണ്ട. എല്ലാടോ പൈസ എത്തണ്ടേ, എപ്പോഴെന്റെ മോന്റെ ഡ്രസ്സിലേ കുറയ്ക്കാൻ പറ്റൂ. പക്ഷെ എന്റെ ഡ്രസ്സിലുള്ള 200, ബാക്കി ഇവിടെ എല്ലാം ഹായ് നല്ല ഡ്രസ്സ്. ഇല്ല ഇല്ല, എനിക്കും ഡ്രസ്സ് ഇങ്ങനെ ഓരോ കൊളാബൊക്കെ കിട്ടുന്നതൊക്കെ അല്ലേ സോമയ്ക്ക് അറിയാം. അയ്യോ, നീ കല്യാണ സാരിയുടെ കൊള്ളാപ്പണെന്ന് പറയല്ലേ എന്റെ മരുമോനെ. അത് മാത്രമാണ് പൈസ കൊടുത്ത് വാങ്ങിച്ചത്. അപ്പൊ ഞങ്ങള് ഇല്ല, ഞാനിപ്പോ കൊറേ നാളായി ഡ്രസ്സൊക്കെ. അപ്പൊ 200 രൂപയുടെ ഷർട്ടിന് അത്രയും ഗ്ലാമറേ വരുവുള്ളു, അല്ലെങ്കിൽ ഒരു 1000 രൂപയുടെ ഷർട്ട് വാങ്ങണം. പക്ഷെ അല്ല, ഡ്രസ് ഷർട്ടിലേ ഉള്ളു, ഫാൻസ് ഒക്കെ തന്നെ കൂടി തന്നെ വെച്ചിട്ടുണ്ട. കൂടുതൽ വെച്ചാൽ 1000 രൂപയ്ക്കകത്ത് നമ്മളെ അപ്പൊ ഔട്ട്ഫിറ്റ് വർത്ത് എത്രയെന്ന് ചോദിക്കരുത്. 200 രൂപ ഡ്രസ് ഇടുന്ന ഡ്രസ്സിലോ ഒന്നും ഒരു കാര്യമില്ല. ക്വാളിറ്റി, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ആ ഒരു സ്വഭാവം. ഒരു ഉടുപ്പേ ഒരു ദിവസം ഇടുള്ളൂ, അത് വേറെ കാര്യം. പിറ്റേ വേറെ ഉടുപ്പ് ഇടും. 200 കുറെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അതൊക്കെ മതി, അതിന്റെ ആവശ്യമുള്ളൂ. വലിയ പക്ഷെ ഒരു കാര്യം, കഴുകി കഴിഞ്ഞ് 1.5 മണിക്കൂറിനുള്ളിൽ ഉണങ്ങിയിരിക്കും. അത് മഴയായാലും വെയിലായാലും. ഏറ്റവും കൂടിയ ഷർട്ടൊന്നും ആരും അങ്ങനെ ഇടാറില്ല, ഇട്ടാന്ന് പോവും. ഞാനും വളരെ വളരെ വില കുറച്ച് തുണികളൊക്കെ വാങ്ങി ജസ്റ്റ് ഇങ്ങനെ അങ്ങനെ തയ്ക്കും. ഞങ്ങൾക്ക് അമ്മയ്ക്ക് മേടിച്ചൊന്നുമില്ലേ അമ്മ? എല്ലാ പ്രാവശ്യം വാങ്ങിക്കൊടുക്കും. കൊറേ നൈറ്റീസ് അമ്മ അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ, വാങ്ങി തരുന്നെന്നും പറഞ്ഞുകൂടാ. എന്നാലും നമ്മളെ കഴിവിന്റെ മാക്സിമം നമ്മൾ അമ്മയ്ക്ക് നല്ല നൈറ്റീസ് ഒക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട്. അതിന്റെ സന്തോഷം ഉണ്ടല്ലേ അമ്മ? നീ വീട് വെക്കണം, പാലാച്ചിരി നടത്തണം, എല്ലാരെയും വിളിക്കണം. ഞങ്ങളെ ഏറ്റവും വലിയ ലക്ഷ്യം വീട് വെക്കണം അല്ലേ ശോമ? അടുത്ത അതിന്റെ പരിശ്രമത്തിലാണ്. വീട് വെക്കണം. എവിടെയെങ്കിലും ഞങ്ങൾ കൊണ്ടുവന്നിട്ട് നിർത്തുമ്പോ അപ്പഴേ കൊണ്ടുവന്ന് അവിടെ ഇടിച്ചു താഴ്ത്തും. ഞങ്ങളാ വെക്കും, നമ്മളെ സ്വപ്നമാണ്, വെക്കും, എന്തെങ്കിലും വെക്കും. അതാ നമ്മൾ നാട്ടിലേക്ക് നമ്മളെവിടെയെങ്കിലും ഇട്ട് ചിലപ്പോ സർക്കാരിലെ പ്ലംബിംഗ് വയറിംഗ് കിട്ടിയാൽ രക്ഷപ്പെട്ടില്ലേ? സർക്കാരിന്റെ കോട്ടേഴ്സായി ഇപ്പം താമസിക്കുന്ന വീട് ഫ്രീ ആവും. അപ്പൊ ഞങ്ങള് ഞങ്ങൾ അടുത്ത കണ്ടന്റ് വീഡിയോയിലോട്ട് പോവാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഓരോ രസകരമായ സംഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ കേട്ടോ. താത്ത 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 താത്തോട് സോമ താത്ത താത്ത.